വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വാസ്തവത്തിൽ കൃത്യമായി രൂപകൽപ്പന ചെയ്തതായിരുന്നു CJP എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. രാജ്യത്തെ പാറ്റകളെന്ന് വിളിച്ച് അധിക്ഷേപിച്ചവർ ഒരു വലിയ കൊലമാസായി, ഒരു മരണമാസായി നിൽക്കുന്നു. ഇനി അവരുടെ ലക്ഷ്യമെന്നത് പല സംസ്ഥാനങ്ങളിലെയും വർഗീയ ശക്തികളെ അട്ടിമറിക്കുക എന്നത് തന്നെയാണ്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് BJP ഇനി മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ. യോഗിയുടെ ഉത്തർപ്രദേശും അതുപോലെ തന്നെ മണിപ്പൂരുമൊക്കെ വെടിപ്പാക്കി കയ്യിൽ കൊടുക്കാനാണ് നീക്കം. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ BJPയുടെ കള്ളക്കളി പൊളിച്ചെടുക്കാൻ ഇലക്ഷൻ കമ്മീഷനെ ദുരുപയോഗിച്ചുകൊണ്ട് നടത്തുന്ന കാട്ടുകൊള്ള അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതിനേക്കാൾ ഉപരിയായി ഓരോ സംസ്ഥാനങ്ങളിൽ വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് SIR നടപടിയിലൂടെ പലരെയും പുറത്താക്കി അവർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾ. അതിനെ പരിപൂർണമായി പരാജയപ്പെടുത്താനുള്ള ടെക്നിക്കുകൾ എന്തൊക്കെ, അതാണ് ഇനി അവരുടെ പ്രധാന ലക്ഷ്യം. രൂപം കൊണ്ട് അവരുടെ സംഘടന എത്രത്തോളം ശക്തമാണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. കേവലം ഒരു സമരമുറയല്ല അവരുടെ ദൗത്യം. ഈ രാജ്യത്തുള്ള ഇന്റർനെറ്റ്, അതുപോലെ സോഷ്യൽ മീഡിയയുടെ ഫെസിലിറ്റി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുന്നേറാനുള്ള ശ്രമമാണ്. കോതി മീഡിയകൾ ഒരക്ഷരം ഈ സമരത്തിനെ അനുകൂലിച്ചുകൊണ്ട് മിണ്ടിയിട്ടില്ല. ഈ രാജ്യത്തുള്ള സകല മീഡിയകളും വാപൊളിച്ചു നിൽക്കുകയാണ് ഐതിഹാസികമായ വിജയം CJP നേടിയെടുത്തത്. നരേന്ദ്രമോദിക്ക് തന്റെ കസേരയിൽ ഉറപ്പിച്ചിരിക്കാൻ കഴിയില്ല. ഇനി നാളുകൾ എണ്ണപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ തടിതപ്പാൻ മാത്രം ഒരു വ്യക്തിയെ അവരുടെ മുൻപിലേക്ക് ഇട്ടുകൊടുത്തു. ഇതാ ഞങ്ങളുടെ പരിപൂർണമായിട്ടുള്ള സഹകരണം, ഇതാ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. BJPയുടെ സർക്കാരുള്ള ഉത്തർപ്രദേശിലും ഗുജറാത്തിലുമെല്ലാം അവർ ഒരു വലിയ മാസായി ശക്തമായി അട്ടിമറിക്ക് തുടക്കം കുറിക്കാനിരിക്കുകയാണ്. അത് അമിത്ഷായ്ക്കും മോദിക്കുമുള്ള താക്കീതായി തന്നെയാണ്. അതായത് അവർ ഊതി വീർപ്പിച്ച ബലൂൺ കുത്തിപ്പൊട്ടിക്കാൻ തന്നെയാണ് അഭിജിത് ദീപ്കയും CJPയുടെയും അടുത്ത പ്രധാന ലക്ഷ്യം. ഇനി സമരമുറ മറ്റൊരു ദിശയിലേക്കായിരിക്കും അവർ കൊണ്ടുപോവുക. സാധാരണ രീതിയിലേക്ക് ഒരു സമരം വിജയിപ്പിച്ചെടുത്ത് അതിനുശേഷം ഒരു പാർട്ടി രീതിയിൽ, ആം ആദ്മിയുടെ രീതിയിലേക്ക് രൂപകൽപ്പന ചെയ്യാനുള്ള നീക്കം, അതൊക്കെ ആയിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ബെനിഫിറ്റിന് വേണ്ടിയുള്ള രീതിയിലേക്കല്ല CJPയുടെ പ്രവർത്തനം. കൃത്യമായി ഇതിൽ നിന്നും BJP ഇതര പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് പല ആളുകളും ചേർക്കേറാൻ സാധ്യതയുണ്ട്. എന്നാൽ CJP ആയി തന്നെ നിലനിൽക്കും. ആ പ്രസ്ഥാനവുമായി വ്യത്യസ്ത ഐഡിയോളജിയുള്ള BJP വിരുദ്ധ പാർട്ടിയിലുള്ളവരെല്ലാം CJP എന്ന കുടക്കീഴിൽ എത്തിയിരിക്കും എന്ന കാര്യം ഉറപ്പാണ്.